ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം കിഴക്ക് നല്ല മഴയായതുകൊണ്ട് വെള്ളം ഒരു സ്വല്പം കളർ വ്യത്യാസമൊക്കെ ഉണ്ട്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പേ നമ്മുടെ ബോക്സ് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ വെക്കാത്തൊരു സ്ഥലത്ത് ആണ് നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്, മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ. പോയേക്കാച്ചാ, അവിടെ ചെന്നിട്ട് കാണാം എവിടെയാണ്, എങ്ങനെയാണ്, ഏത് വഴിയിലാണ് പോകുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എടുത്തു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീട്ടിൽ നിന്ന് വള്ളം പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കുറച്ച് തെളിഞ്ഞ അന്തരീക്ഷമാണ്, അതുകൊണ്ട് തന്നെ നല്ല പ്രകാശപൂരിതമായ ദിവസമാണിന്ന്. അടിപൊളി മേഘങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. ഇന്നലെ വരെ നല്ല മഴ ഇടതൂർന്ന് പെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പല കാര്യങ്ങളും ഈ മഴയായത് കാരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കൂട് വച്ചിരിക്കുന്നത് പള്ളിയറക്കാവ് സൊസൈറ്റി സ്ഥിതി ചെയ്യുന്ന അവിടെ ഒരു കാടൊക്കെ ഉണ്ട്, അവിടെയായിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നല്ല മഴക്കാർ വെച്ച് കിഴക്കോട്ട് പോകുന്നുണ്ട്. കിഴക്കോട്ട് പോകുന്ന മഴക്കാർ മിക്കവാറും മഴയായിട്ട് പെയ്ത് വെള്ളം ഇവിടെ തന്നെ വരാറാണ് പതിവ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ പരിസരത്ത് ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലമാണ്. ഏകദേശം 33-34 അടിയോളം ആഴമുണ്ട്. അറൗണ്ട് ഒരു 10 മീറ്റർ ആഴമുള്ള സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ 10 മീറ്റർ ആഴത്തിൽ നിന്ന് നമ്മുടെ കൃഷിയുടെ ബണ്ട് മട പൊട്ടിപ്പോയ സ്ഥലമാണത്. ഏകദേശം 1 കോടി രൂപ മുടക്കിയിട്ടാണ് പിന്നീട് ആ മട കുത്തിയത്. നേരത്തെ അവിടെ പെട്ടിയും പറയായിരുന്നു, ആ പെട്ടിയും പറയും ഉൾപ്പെടെ ഒഴുകിപ്പോയ സ്ഥലമാണത്. ഇപ്പോൾ അവിടെ ഒരു പമ്പാണ് വെച്ചേക്കുന്നത്. ഈ മരം നിൽക്കുന്നിടത്തു നിന്നും അപ്പുറേ മരം നിൽക്കുന്ന അവിടം വരെയാണ് ബണ്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങ് കാണുന്നതാണ് പള്ളിയർക്കാവ് ജെട്ടി, പള്ളിയർക്കാവ് സൊസൈറ്റി. അപ്പോൾ അതിനപ്പുറത്ത് കാണുന്ന കാടിൻ്റെ പരിസരത്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ബോക്സ് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് കൂട് പൊക്കിയിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ. അത് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അത് ഇവിടെയാണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് വേണ്ട അപ്പുറേ ഒക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇവിടെ അല്ലേ ചാ? എവിടെ? ഈ മരത്തേലോ? തലക്കൽ വന്നേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ മഞ്ഞക്കുരി കാണാനുള്ള സാധ്യതയുണ്ട്. ഒന്നുമില്ലെന്ന് തോന്നുന്നു. കാലക്കൽ ബോക്സ് അങ്ങനെ വേണ്ട എടുക്കാം. അതങ്ങനെ മൊത്തം അങ്ങനെ തിന്നോണ്ട് പോകത്തില്ല. കുറുവയല്ലേ? കുറുവ എനിക്ക് കുറുവയല്ലേ? ഉണ്ടല്ലോ. ഒരു കൂട്ടിൽ ഒരു കറിക്കുള്ള കുറുവയുണ്ടല്ലേ? അതെ, 3 കൂടുണ്ടല്ലോ അല്ലേ? പ്രിയ സുഹൃത്തുക്കളെ, ഇത് കുറുവയാണ്. അലക്കൽ വന്നതിൻ്റെ ഭാവമാണ്. രാത്രി കൂടെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ മീൻ കിട്ടുമായിരിക്കും അല്ലേ? ആ ചെറിയ കുറുവ അങ്ങ് ആദ്യം എടുത്താൽ കള. അതല്ല, അത് ഇടത്തരം കുറുവ അതല്ല, ഒരു ചെറിയ കുറുവ കിടക്കുന്നുണ്ടോ? അത് നമുക്ക് വേണ്ടാത്ത പെട്ടെന്ന് ചാകുന്ന മീനായി കേട്ടോ. അത് പോയി. അപ്പോൾ ഈ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കൂടാണ് പൊക്കിയിരിക്കുന്നത്. ഒരു കൂട്ടി കിട്ടിയ മീൻ കാണിച്ചു തരാം. ചെമ്മീനുണ്ടല്ലേ? ചെമ്മീൻ തുറന്ന കൂടെ മീനല്ലേ? പിന്നെ ഫ്രഷ് മീനാകുമ്പോൾ അതിൻ്റെ ചെതുമ്പൽ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. കുറേ സുഹൃത്തുക്കളതേ ഒരു 3-4 കുറുവായും കൂടെ ഉണ്ട്. മോശമായില്ലേ ചെമ്മീനോ?
ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, കൊണ്ട് കിടക്കുന്നു. ഒരു ചെമ്മീനും ഉണ്ട്, ഒരു കുറുവയും കൂടെ ഉണ്ട്. ഇപ്പോൾ പറയും സുഹൃത്തുക്കളെ, കുറുവയാണ്, അടിപൊളി കുറുവയാണ്. ഇവിടെ തന്നെ വെക്കുവാണോ? തീറ്റ ഉണ്ടല്ലോ. ശരി. ഇതിനകത്ത് മീനില്ലെങ്കിൽ ഇവിടുന്ന് മാറ്റാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇതിനകത്ത് മീനുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ വെക്കാം. മാറ്റാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ രണ്ടാമത്തെ കൂട് വെക്കുകയാണ്. ആകാംക്ഷയുടെ മുൻമുനയിലാണ്. വല്ല അനക്കലും പരിപാടിയൊക്കെ ഉണ്ടോ? കൂട് തെളിഞ്ഞാണല്ലോ കിടക്കുന്നത്. എന്നാ ഉള്ളേ? അതിനകത്ത് കുറുവ ഉണ്ടോ? ഓക്കെ ശരി. ചെമ്മീനുണ്ടല്ലോ ചാ കൂടുതൽ. ായിരിക്കും അല്ലേ? എന്നാൽ ഒരു മൂല കുത്തി. നല്ലോണം ചെമ്മീനുണ്ടല്ലേ? അതോ ചെമ്മീൻ കിടക്കുന്നു ഇനി? ആ, ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ രണ്ടാമത്തെ കൂട് നോക്കിയിട്ട് ഇതാണ് കിട്ടിയത്. ഇതാണ് കിട്ടിയത് എന്ന് പറയാൻ നമ്മളൊന്നും കൊണ്ട് വിടുന്നില്ലല്ലോ അല്ലേ? ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ? അതെവിടാന്നേ? അച്ചാച്ചനും അതിനും കൂടെ അല്ലേ? ആ മരത്തിനടിയിലാണോ? അപ്പോൾ ഈ സുഹൃത്തുക്കൾ, ഒരു കൂടുള്ളത് ഞാൻ മരത്തിനടിയിലാണ് ഇട്ടേക്കെന്നാണ് പറയുന്നത്. അച്ചാച്ചനും അനിയനും കൂടെ കൂടിയാണ് വന്ന് കൂട് വെച്ചിരുന്നത്. ഇതാണ് കുറുവാപ്പരൽ. ചില സമയത്തൊക്കെ ഇതിന് മീശ ഉണ്ടാകാറുണ്ട്. ഇതിന് മീശ ഉണ്ടോ? മീശ ഉണ്ട്. മൂക്കുന്ന ഇപ്പം ചെറിയ മീനും മൂത്തായിരിക്കും വരുന്നത്. എല്ലാത്തിനും ചെറുതിനരിപ്പോൾ മൂപ്പായി ഇപ്പോൾ. ആ അതങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ജീവനോട് പിടിക്കുന്ന സാധനം ഫ്രഷ് അല്ലേ? അതാ ഇത് നമ്മുടെ നാട്ടിൽ ഇത് പൂനച്ചമ്മീൻ എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ കൊഞ്ചെന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് ഇതിന്. ഇതല്ല, ഇതിന് നമ്മുടെ നാട്ടിൽ ചെമ്മീൻ എന്നാണ് പറയുക. കൂനച്ചെമ്മീൻ അല്ലെങ്കിൽ ആറ്റുചെമ്മീൻ, കായൽ ചെമ്മീൻ എന്നൊക്കെ പറയുക. പല ഭാഗങ്ങളിൽ ഇതിന് കൊഞ്ചെന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കൊഞ്ചെന്ന് പറയുന്നത് വേറെയാണ്. ഇടിച്ച് കയറുമോ അമ്മേ? ഇടിച്ച് തിരിച്ചു പോണ്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, അതായത് നമ്മുടെ മൂന്നാമത്തെ കൂടാണ് പൊക്കാൻ പോകുന്നത്. അതൊരു റിങ് കൂടാണ്. വലിച്ച് മുന്നോട്ട് കയറ്റണ്ടേ? കാടിനടിയിലായതുകൊണ്ട് മീൻ കിട്ടുമായിരിക്കും അല്ലേ? എന്തോ കിളിങ്ങിയല്ലോ. അതിനാ വേണം. ആ വലയെ പിടിച്ച് വലിച്ച് ആ കുറവേ ഉണ്ടായിരുന്നുള്ളൂ.
ചുരുക്കി പൊക്കിക്കോ. തൂളിയാണോ? ഒരു മഞ്ഞപ്പൂരിയുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെയാണ് വെള്ളം വന്നത്, കലക്കൽ വന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും മീൻ കിട്ടാനുള്ള സാധ്യതയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ ചാ? ആ, ഓ ചാടി പോവോ? കുറേ സുഹൃത്തുക്കൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന മീൻ ഇതായിരുന്നു, മഞ്ഞപ്പൂരി. പക്ഷെ അത് ഒരെണ്ണേ കിട്ടിയുള്ളൂ. മാറിക്കിടക്കും അവനെ. കുറേ സുഹൃത്തുക്കളത്തെ നമ്മുടെ കൂട് സക്സസ് ആണ്. കൂട് വെച്ച സ്ഥലവും അടിപൊളിയാണ്. അപ്പോൾ നാളെ ഇതിൽ കൂടുതൽ മീനുമായിട്ട് വരണമെന്ന് ഒന്ന് പറഞ്ഞിട്ട് തരും കേട്ടോ, പേടിപ്പിച്ചേരെ. ആ, ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് മോശം വന്നൊന്നുമില്ല. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച എത്ര മീൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കുറച്ച് പ്രതീക്ഷിച്ചാൽ അല്ല, നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറവ് കിട്ടുമ്പോൾ സങ്കടം വരുന്നത്. പക്ഷെ നമുക്ക് സങ്കടമൊന്നുമില്ലല്ലോ. കാരണം ഇതുപോലെ മീൻ കുറവുള്ള സമയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നതിൽ കുറവുള്ള സമയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. മഞ്ഞപ്പൂരി കിളപോലെ ഒന്ന് കയറേണ്ടതാണ്. നാളെ കിട്ടുമായിരിക്കും അല്ലേ? അവനെ അങ്ങ് എടുക്ക്. അതോള രണ്ടാപ്പറില് ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ ആയിക്ക് വരും. ഇപ്പുറത്തൊരു പുറമുണ്ട് കണ്ടത്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ കൂട് 3 എണ്ണമാണ് വെച്ചിരുന്നത്. 3 കൂട്ടിൽ നമുക്ക് കിട്ടിയ മീനാണിത്. എല്ലാവർക്കും ഒരു 2 കൂട്ടർക്ക് കറിക്കുള്ള മീനുണ്ടിത്. ഒരു പാർട്ടി നമുക്ക് മീൻ വാങ്ങാൻ വേണ്ടി പള്ളത്തെയും ചെമ്മീനും പരലും വാങ്ങാൻ വേണ്ടി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അതുകൂടെ കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം അല്ലേ? അവിടെ കൊടുത്തിട്ട് പോകാം. ഓക്കെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, മീൻ മേടിക്കാന്ന് പറഞ്ഞ ആളെത്തിയിട്ടുണ്ട്. പള്ളത്തി 2 കിലോ, പരല് 2 കിലോ, ചെമ്മീൻ 1,600. അത് 1.5 കണക്കാക്കണം. ഇത് നിങ്ങൾ തിരുവല്ല നിവിടം വരെ കൊഞ്ചാണ്. തിരുവല്ല നിവിടം വരെ വണ്ടി ഓടിച്ചു വന്നേ വാർത്തയ്ക്ക്. ഇത് വേണോ? എന്നാൽ ഇതുകൂടെ കൊടുത്തേരും. പിന്നെ ഇപ്പൊ പൊക്കിയതാ. ഇവിടെ വന്നപ്പോഴാണ് വിളിച്ചത്. അപ്പുറേ ട്രാപ്പ് ഞങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു തന്നിട്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പിടിച്ച മീനും നമ്മൾ സെയിലായിട്ടുണ്ട്. മിസ്റ്റേക്കുണ്ട്. ഇത് 600 രൂപ 2 കിലോ. 600 400 രൂപ. 400. ഇത് 400 രൂപ, 200 600. ഇത് 1 കിലോ 450. 1050. ഇതിന് ഒരു 200 രൂപ വെച്ചു. വെള്ളത്തിൽ പോകരുതേ. പിടിച്ചല്ലോ. ആ മഞ്ഞപുരി തൂങ്ങി കിടക്കുന്നു. ആ ഓക്കെ. 1250. തിരുവല്ല പായിപ്പാട് കിട്ടി. ആക്ക് വരാലൊക്കെയാണ്. ഇപ്പം ഇത് ഡെലിവറി എടുത്തിരിക്കുകയാണ്. ഞാൻ ഇനിയിപ്പം ഞാനിപ്പം 2 ദിവസം കഴിയുമ്പോൾ പോകും. 2 അല്ല, മറ്റന്നാളത്തേക്ക് പോകും. ഇത് കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ. ട്രാപ്പ് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. നാളെ മഞ്ഞക്കുരി വരാൻ കേട്ടോ. ഓക്കെ, ശരി എന്നാൽ. ആ ശരി കേട്ടോ. മീൻ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിന്നും പിടിച്ച് അതെല്ലാം കച്ചവടമായി.
ഇനി നാളെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആളുകളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഞങ്ങൾ സാധനം കിട്ടുന്ന മുറയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന വീട്ടിലെത്തിച്ചു കൊടുക്കുന്നല്ല, കാവലിൻ്റെ ശരി. ഇപ്പം ഞങ്ങളിവിടെ തട്ടാശ്ശേരി ജങ്കാർ കടവാണിത്. ഇവിടെ ഞങ്ങൾ ട്രാപ്പ് ഇവിടെ വെച്ചിരുന്നത്, അത് പൊക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തിരുവല്ലയിൽ നിന്ന് വന്നവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ സാധാരണ ലിസിയോ കടവിലോ അത് 40 അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള 40 ഷാപ്പ് കെട്ടി കടവിലാണ് കൊടുക്കാറുള്ളത്. എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് മാറി 1 കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് എത്തിച്ചു കൊടുക്കുമെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ്. തുടർന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീണ്ടും സന്ധിക്കും വരെയും നന്ദി, നമസ്കാരം. പോയേക്കാം. ഞാൻ വെള്ളം ഒഴിച്ചോളാം.